നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ഒരു വീട്ടിലെ ഗൃഹനാഥൻ ജോലിക്ക് പോയ നേരത്ത് ഓട്ടിസം ബാധിച്ച യുവാവിനെയും കൈക്കുഞ്ഞിനെയും വീട്ടിൽ നിന്ന് ഇറക്കിവിട്ട് ജപ്തി നടത്താനുള്ള സ്വകാര്യ ബാങ്കിന്റെ ക്രൂരമായ നീക്കം ഇപ്പോൾ BJPയുടെ ജില്ലാ പ്രസിഡന്റായിട്ടുള്ള സന്ദീപ് വചസ്പതിയുടെ നേതൃത്വത്തിൽ നാട്ടുകാർ തടഞ്ഞത് ഒരു ഗ്രാമത്തിന്റെ കരുതലാകുന്നു. അതിന്റെ വീഡിയോ ദൃശ്യങ്ങളും പുറത്തു വന്നിട്ടുണ്ട്. നമുക്കത് കാണാം. രാഷ്ട്രീയ ഭേദമന്യേ ഒരു ഗ്രാമം ഒന്നടങ്കം സന്ദീപിന്റെ പോരാട്ടത്തിന് പിന്തുണയുമായി എത്തിയതോടെ ബാങ്ക് അധികൃതർക്ക് പിൻവാങ്ങേണ്ടി വന്നു. ബുധനൂർ ഉള്ളന്തിയിലെ വീട്ടിലാണ് ഈ നാടകീയ സംഭവങ്ങൾ ഉണ്ടായിരിക്കുന്നത്. മേസ്ത്രി പണിക്കാരനായ ഗൃഹനാഥൻ ജോലിക്ക് പോയ സമയം നോക്കിയാണ് ബാങ്ക് ഉദ്യോഗസ്ഥർ എത്തിയത്. വീട്ടിൽ ഓട്ടിസം ബാധിച്ച 22-കാരനായ മകനും മഹേന്ദ്രന്റെ മകളും അവരുടെ കൈക്കുഞ്ഞും മാത്രമാണ് ഉണ്ടായിരുന്നത്. ആരെയും വീട്ടിൽ നിന്ന് പുറത്തിറക്കി ജപ്തി ചെയ്യരുതെന്ന നിയമം നിലനിൽക്കെ മാനുഷിക പരിഗണന പോലും ഇല്ലാതെ ഇവരോട് പുറത്തിറങ്ങാൻ ഉദ്യോഗസ്ഥർ ആവശ്യപ്പെടുകയായിരുന്നു. വീട് പൂട്ടി സീൽ ചെയ്യാനുള്ള നീക്കം ശ്രദ്ധയിൽപ്പെട്ടതോടെയാണ് സന്ദീപ് വചസ്പതിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധം ഇരമ്പിയത്. പലിശക്കെണിയിൽപ്പെട്ട് ജപ്തി ഭീഷണി നേരിടുന്ന സാധാരണക്കാരന്റെ വീട്ടുപടിക്കൽ ബാങ്ക് ഉദ്യോഗസ്ഥർ എത്തുമ്പോൾ ഒരു പൊതുപ്രവർത്തകൻ എങ്ങനെ ഇടപെടണമെന്നതിന് സന്ദീപ് വചസ്പതി മാതൃകയായി. നിയമപരമായ വസ്തുതകൾ ചൂണ്ടിക്കാട്ടി വിട്ടുവീഴ്ചയില്ലാത്ത ഭാഷയിലാണ് അദ്ദേഹം ഉദ്യോഗസ്ഥരോട് സംസാരിച്ചത്. സന്ദീപിന്റെ ഉറച്ച നിലപാടിന് മുന്നിൽ മറുപടിയില്ലാതെ ബാങ്ക് സംഘം അമ്പരന്നു. ഈ പോരാട്ടത്തിന് കരുത്തു പകരാൻ കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് KR മോഹനൻ, വാർഡ് മെമ്പർ രാജേഷ് ഗ്രാമം തുടങ്ങി വിവിധ രാഷ്ട്രീയ പാർട്ടികളിലെ നേതാക്കളും ഒപ്പം നിന്നു. അങ്ങനെ അതൊരു നാടിന്റെ കൂട്ടായ്മയായി. ഇതോടെ ബാങ്ക് അധികാരികൾക്ക് പിന്മാറേണ്ടി വന്നു. ഒരു കുടുംബത്തെ വഴിയാധാരമാക്കാനുള്ള നീക്കത്തിനെതിരെ ഗ്രാമവാസികൾ ഒന്നടങ്കം പ്രതിഷേധത്തിൽ പങ്കാളികളായി. തുടർന്ന് ബാങ്ക് അധികൃതരുമായി നടത്തിയ ചർച്ചയെ തുടർന്ന് ജപ്തി നടപടികൾ താൽക്കാലികമായി നിർത്തിവെക്കാൻ തീരുമാനമായി. BJP ആലപ്പുഴ ജില്ലാ പ്രസിഡന്റായ സന്ദീപ് വചസ്പതി ജനകീയ വിഷയങ്ങളിൽ പുലർത്തുന്ന ജാഗ്രതയാണ് ഈ സംഭവത്തിലൂടെ വീണ്ടും തെളിയിക്കപ്പെട്ടത്. രാഷ്ട്രീയത്തിനതീതമായി സന്ദീപിന്റെ ഈ ഇടപെടലിന് വലിയ പ്രശംസയാണ് സോഷ്യൽ മീഡിയയിലടക്കം ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. സാധാരണക്കാരന്റെ കണ്ണീരൊപ്പാൻ ഒരു പ്രദേശം ഒരുമിച്ചു. ബാങ്ക് അധികൃതരുമായി നടന്ന ചർച്ചയിൽ KM ഗിരീഷ്, ജോൺ ഉള്ളന്തി, ഹരിഗ്രാമം, ബിനു പള്ളത്തെക്കേതിൽ തുടങ്ങിയവരും പങ്കെടുത്തു. മാന്നാറിൽ പട്ടികജാതി കുടുംബത്തെ കുടിയിറക്കാൻ എത്തിയ സ്വകാര്യ ബാങ്ക് ജീവനക്കാരെയും അധികൃതരെയും ശക്തമായി പ്രതിരോധിച്ച് തിരിച്ചയച്ച സന്ദീപിന്റെ നടപടി ഇപ്പോൾ ചർച്ചയാവുകയാണ്. അമിത പലിശയും നിയമക്കുരുക്കുകളും ഉപയോഗിച്ച് സാധാരണക്കാരെ തെരുവിലിറക്കുന്ന ബാങ്ക് നടപടികൾക്കെതിരെയുള്ള കൃത്യമായ താക്കീതായാണ് ഈ സംഭവം വിലയിരുത്തപ്പെടുന്നത്. അതിന്റെ ദൃശ്യങ്ങളും പുറത്തു വന്നിട്ടുണ്ട്. എന്റെ മുഴുവൻ അതവും പൂട്ടി ഒരു വോട്ടിനെ സംബന്ധിച്ച് കുഞ്ഞുള്ള വീട്, പ്രത്യേകിച്ച് ഒരു സമൂഹത്തെ ദുർബല വിഭാഗമാണ്. അവരുടെ ഒരു കമ്മിറ്റ്മെന്റ് സംസാരിക്കാം. നിങ്ങളുടെ സംസാര രീതി ഇന്ന് തന്നെ വളരെ മോശമാണ്. മുഴുവൻ ആൾക്കാർ ഞങ്ങൾ വന്നു, നിങ്ങളുടെ സംസാര രീതി വളരെ മോശമാണ്. ആ ലേഡി തന്നെ സംസാരിക്കാൻ കോടതി പറഞ്ഞ കാര്യങ്ങൾ നടപ്പിലാക്കാൻ പറ്റുന്ന കാര്യങ്ങളാണ്. ജനപ്രതിനിധികളുടെ അതവും പൂട്ടി ഒരു വോട്ടിനെ സംബന്ധിച്ച് കുഞ്ഞുള്ള വീട്, പ്രത്യേകിച്ച് ഒരു സമൂഹത്തെ ദുർബല വിഭാഗമാണ്. അവരുടെ ഒരു കമ്മിറ്റ്മെന്റ് സംസാരിക്കാം. നിങ്ങളുടെ സംസാര രീതി ഇന്ന് തന്നെ വളരെ മോശമാണ്. മുഴുവൻ ആൾക്കാർ ഞങ്ങൾ വന്നു, നിങ്ങളുടെ സംസാര രീതി വളരെ മോശമാണ്. ആ ലേഡി തന്നെ സംസാരിക്കാൻ കോടതി പറഞ്ഞ കാര്യങ്ങൾ നടപ്പിലാക്കാൻ പറ്റുന്ന കാര്യങ്ങളാണ്. ജനപ്രതിനിധികളുടെ അടയ്ക്കിരിക്കുന്ന അപ്പൊ പിന്നെ കമ്പനി ഇത് ചെയ്യാതിരിക്കും. കമ്പനിയൊക്കെ തന്നെ വരുന്നവരൊരു മര്യാദ കഴിഞ്ഞ പ്രാവശ്യം ഇതേപോലെയാണ്. ചാരിമോട്ടിൽ ആളുകൾ തൂങ്ങിച്ചു, എല്ലാവരും കേസ് ഇപ്പോൾ കേസ് പറഞ്ഞാണ്. നിങ്ങൾ അവിടെ നിൽക്ക്.
നിങ്ങൾ ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ ഉടനെ ഇങ്ങനെ വിവരം കറിഞ്ഞു ഇന്നലെ വന്നിട്ട് പറയണതല്ല. ഇന്നലെ വന്നിട്ട് ആയിക്കോട്ടെ 5 50 ആയിക്കോട്ടെ പതുക്കെ നിങ്ങളെ മാന്യമായിട്ട് സംസാരിക്കണം. നിങ്ങൾ ഭീഷണിയുടെ പറ്റി ഇവിടെ സംസാരിക്കാം. നിങ്ങൾ ഞങ്ങളെ അങ്ങനെ ഭീഷണിപ്പെടുത്തി വരട്ടി അങ്ങനെ വീട്ടുകാരുടെ സംസാരിക്കണം. വരട്ടും കാര്യമൊന്നും വേണ്ട. നിന്റെ ലോൺ എടുത്തവരുടെ അടുത്ത് വരട്ടിയാൽ മതി കേട്ടോ. ഇതിനെക്കാട്ടി വല്ല മുത്തൂറ്റുകാരൻ വന്നിട്ട് മുട്ടുടക്കി പോയിട്ടുണ്ട് കേട്ടോ. അങ്ങനെ നിങ്ങൾ ഒരു ജപ്തിയും ചെയ്തില്ല ഇവിടെ. ഞങ്ങൾ തീരുമാനിച്ച ഒരു ജപ്തിയും ഇവിടെ ചെയ്യാൻ പോകുന്നില്ല കേട്ടോ. അതെങ്ങനെ ഞാൻ ചോദിക്കട്ടെ, സെറ്റിൽമെന്റ് തന്നോടല്ലോ ചെയ്യേണ്ടത്, തന്റെ മേളിൽ ആൾക്കാരുണ്ടാവല്ലോ അവരോടല്ലേ ഞാനാണ് ഇതിന്റെ ഫൈനൽ ബാങ്കിന്റെ ഫൈനൽ നിന്റെ ഓഫീസിൽ ബാക്കി കാര്യം വേണ്ടി തീരുമാനിക്കാം. നിങ്ങൾ നിങ്ങൾ അവരുടെ പ്രൈവസി ഇവിടെ നിങ്ങൾ പുറത്തോട്ട് അവര് വരട്ടെ, അവര് വരുമ്പോ അവരോട് സംസാരിക്കും. തീർക്കാനാണെങ്കിൽ മര്യാദയ്ക്ക് സമാധാനമായി ഒരു മേശയ്ക്ക് ചുറ്റിനും എടുത്ത് സംസാരിക്കാം. അത് ഇവിടെ ഇങ്ങനെ നിന്ന് സംസാരിക്കാൻ പറ്റില്ല. ഒരു മേശയ്ക്ക് ചുറ്റും നമുക്ക് പിന്നിരിക്കാന്നേ. ഇവിടെ വന്നപ്പോ തന്നെ നിങ്ങളുടെ ലാംഗ്വേജ് ശരിയല്ല. ഞാൻ പിന്നെ അതിന്റെ അകത്ത് നിങ്ങളോട് ഈ നിൽക്കുന്നവരൊക്കെ എടുത്ത വാർഡ് മെമ്പർമാരും വിവിധ രാഷ്ട്രീയ പാർട്ടിയിലുള്ളവരും ഒക്കെയാണ്. അപ്പൊ നിങ്ങൾ ഇവിടെ ഇങ്ങോട്ട് വന്ന് കയറിയിട്ട് വീടിന്റെ വെറുതൊന്നും വേണ്ട. അങ്ങനൊന്നും ചെയ്തു കളയരുത്. നമുക്ക് സംസാരിക്കാം. വീട് കൂട്ടുന്നത് കഴിഞ്ഞ ജൂണിൽ ഓരോ സമയം നമ്മൾ നടക്കത്തില്ല. അങ്ങനെ വീട് വയ്യാത്ത കുഞ്ഞുങ്ങളല്ലേ നിങ്ങളൊരു നാട്ടും പുറത്ത് നിങ്ങൾക്ക് ഇവിടുന്ന് മര്യാദയ്ക്ക് പോകാൻ പറ്റും. നമ്മളത് സംസാരിച്ചുകൊണ്ടാണ് അങ്ങനെ ചെയ്യാൻ പറ്റും. നിങ്ങൾ ചെറുപ്പക്കാരല്ലേ, വെറുതെ തല്ലി പിടിച്ച് കൂടേണ്ട ആവശ്യമില്ല. മനസ്സിലാകുന്നത് നമ്മൾ അതുകൊണ്ട് നിങ്ങളിപ്പോ ഇറങ്ങും. തുകയിലെത്താൻ നോക്കുക. അല്ല ഇവരോടല്ല ബാങ്കിൽ നിങ്ങളെ ഇത് ചെയ്യുന്നതല്ലോ. അവർ പണം ഉണ്ടായിട്ട് അടയ്ക്കാതിരിക്കുന്നതാണോ? ഇവരുടെ അഡ്വക്കേറ്റും നമ്മുടെ അഡ്വക്കേറ്റിൽ ഇവർ സൈൻ ചെയ്തും കൊടുത്ത് എല്ലാം കൊടുത്തിട്ട് ഇവർ 2 ലക്ഷം രൂപ വെച്ചു. നമ്മൾ എന്നിട്ട് അവരോട് പറഞ്ഞു നമുക്ക്